നമസ്കാരം. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വരുന്നത് എന്തെങ്കിലും മണ്ടത്തരം വിളിച്ച് പറയാനായിരിക്കും. ഒന്നുമില്ലെങ്കിൽ പാർലമെന്റിൽ കിടന്ന് ഉറങ്ങും. പാർലമെന്റ് കഴിയുമ്പോൾ നേരെ കോൺഗ്രസിന്റെ ആസ്ഥാനത്തേക്ക് പോകും. ഇതാണ് രാഹുൽ ഗാന്ധി ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായി ആരെങ്കിലും ഒരു തിരക്കഥ എഴുതി കൊടുത്താൽ പാർലമെന്റിൽ കിടന്ന് അടിയും വിളിയും ബഹളവും സമരവും ഒക്കെ രാഹുൽ ഗാന്ധി ചെയ്യും. ഇപ്പോൾ പാർലമെന്റിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി ഇന്ന് രാഹുൽ ഗാന്ധി ഒരു ശ്രമം നടത്തിയിരുന്നു. അതായത് MM നരവന എഴുതിയ പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകം കൊണ്ട് രാഹുൽ ഗാന്ധിയെ വന്ന് ഷൈൻ ചെയ്യാൻ നോക്കി. പക്ഷേ രാഹുൽ ഗാന്ധിയെ വലിച്ചു കീറി പാർലമെന്റിന്റെ ഭിത്തിയിലേക്ക് അമിത്ഷായും അതോടൊപ്പം തന്നെ രാജ്നാഥ് സിംഗും ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് നമുക്കൊന്ന് വിശദമായി തന്നെ നോക്കാം. 2020 ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ലഡാക്ക് സംഘർഷത്തെക്കുറിച്ച് മുൻ കരസേനാ മേധാവി ജനറൽ MM നരവാനെ എഴുതിയ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു മാഗസീൻ ലേഖനം ഉയർത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്ന് പാർലമെന്റിൽ തന്റെ പ്രസംഗം ആരംഭിച്ചത്. പാങ്കോങ് തടാക പ്രദേശത്ത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ആക്രമാസക്തമായ ഏറ്റുമുട്ടലിനെ തുടർന്ന് 2020 മെയ് 5 കിഴക്കൻ ലഡാക്ക് അതിർത്തിയിലെ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. മുൻ കരസേനാ മേധാവി ജനറൽ നരവാനെ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന തന്റെ പ്രസിദ്ധീകരിക്കാത്ത ഓർമ്മക്കുറിപ്പിൽ ഈ ഏറ്റുമുട്ടലിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. കൂടാതെ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു ലേഖനം ഒരു പ്രശസ്ത മാസിക പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ചായിരുന്നു രാഹുൽ പ്രസംഗം തുടങ്ങിയത് പാർലമെന്റിൽ. എന്നാൽ അത് BJP നേതാക്കൾക്ക് അത്ര രസിച്ചില്ല. മാസികയുടെ പ്രിന്റ് ഔട്ട് പിടിച്ചുകൊണ്ട് പുസ്തകത്തെക്കുറിച്ച് സംഭാഷണം ആരംഭിക്കാൻ ശ്രമിച്ച രാഹുൽ ഗാന്ധിയെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും ചേർന്ന് ചോദ്യം ചെയ്യുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിൽ ഇരിക്കെയായിരുന്നു നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. രാഹുൽ തന്റെ വാദത്തെ പിന്തുണയ്ക്കുന്നതിനായി നരവാനയുടെ ഓർമ്മക്കുറിപ്പുകളിൽ നിന്ന് ഉദ്ധരിക്കാൻ തുടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് തടസ്സം ആരംഭിച്ചത്. രാഹുൽ പുസ്തകം ഉദ്ധരിക്കാൻ തുടങ്ങിയ ഉടനെ പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകം ഉദ്ധരിക്കുന്നത് സഭയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് രാജ്നാഥ് സിംഗ് രംഗത്ത് വരികയാണ് ചെയ്തത്. തുടർന്ന് അദ്ദേഹം രാഹുലിനെ എതിർത്തു. രാഹുൽ ഉദ്ധരിക്കുന്ന പുസ്തകം സഭയിൽ അവതരിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. പ്രസിദ്ധീകരിക്കാത്ത കാര്യങ്ങൾ സഭയിൽ ഉദ്ധരിക്കാൻ കഴിയില്ല എന്ന് പാർലമെന്ററി നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടി. ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച ഉറവിടങ്ങളെ മാത്രമേ ആശ്രയിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അമിത്ഷായും ഇതിനെ പിന്തുണച്ചു. ഔപചാരിക പ്രസിദ്ധീകരണം ഇല്ലാത്ത പരാമർശങ്ങൾ പാർലമെന്ററി രേഖകളുടെ ഭാഗമാക്കരുതെന്ന് അമിത്ഷാ പറഞ്ഞു. പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് അദ്ദേഹത്തിന് എങ്ങനെ ഉദ്ധരിക്കാനാകുമെന്നായിരുന്നു അമിത്ഷായുടെ ചോദ്യം. ലോക്സഭയിൽ സ്പീക്കറുടെ റൂളിംഗ് അനുസരിക്കാത്ത ഒരു അംഗത്തെ എന്ത് ചെയ്യണമെന്നും നമ്മൾ ചർച്ച ചെയ്യണമെന്നും കിരൺ റിജിജു നിർദ്ദേശിച്ചു. ചൈനീസ് ടാങ്കുകൾ എന്ന പ്രയോഗം രാഹുൽ ഗാന്ധി ആവർത്തിച്ച് നടത്തിയതിനെ സഭയിലെ BJP നേതാക്കളും എതിർത്തു. എന്നാൽ പ്രതിപക്ഷ നേതാവിന് പിന്തുണയുമായി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് രംഗത്തെത്തി. അതോടെ ഓം ബിർള രാഹുലിന്റെ മൈക്ക് ഓഫ് ചെയ്തു. ചൈനയുമായി ബന്ധപ്പെട്ട വിഷയം വളരെ സെൻസിറ്റീവാണെന്നും ലോക്സഭയിൽ സംസാരിക്കാൻ അനുവദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ആവർത്തിച്ചുള്ള ഇടപെടലുകൾ ട്രഷറി ബെഞ്ചിൽ നിന്നുണ്ടായതോടെ അവരെ ഇത്രയധികം ഭയപ്പെടുന്നത് എന്തിനാണ് എന്നും അവർക്ക് ഭയമില്ലെങ്കിൽ തന്നെ വായിക്കാൻ അനുവദിക്കണമെന്നും രാഹുൽ പറഞ്ഞു. താൻ ഉദ്ധരിക്കുന്ന ലേഖനവും പുസ്തകവും 100% ആധികാരികമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും, എന്നാൽ BJPയുടെ തേജസ്വി സൂര്യയും തന്റെ കോൺഗ്രസ് പാർട്ടിയുടെയും ദേശസ്നേഹത്തെ ചോദ്യം ചെയ്തതിനാലാണ് സംസാരിക്കാൻ നിർബന്ധിതരായതെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങനെ സഭ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമായി 3 മണിയോടുകൂടി സഭ നിർത്തിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഓം ബിർള എത്തി. അതായത് പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകം അത് ഒരു മാഗസീൻ പ്രസിദ്ധീകരിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ നരവന ഔദ്യോഗികമായി, അതായത് മുൻ കരസേനാ മേധാവിയായ നരവാന ഔദ്യോഗികമായി ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പോൾ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം പാർലമെന്റിന് ചില നിയമങ്ങളുണ്ട്. ഏതോ ഒരു മാഗസീൻ അത് പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ആ മാസിക എടുത്തുകൊണ്ട് വന്നത്. ഇനി അത് ഒറിജിനൽ മാസികയാണോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ തന്നെ ഇതിനു വേണ്ടി തട്ടിക്കൂട്ടി റെഡിയാക്കിയ ഒരു മാസികയാണോ എന്ന് പോലും അറിയില്ല. അതുകൊണ്ടാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് പാർലമെന്റിൻ്റെതായ കുറച്ച് നിയമങ്ങളുണ്ട്, കുറച്ച് ചട്ടങ്ങളുണ്ട്, കുറച്ച് ചട്ടക്കൂടുകളുണ്ട്. പ്രസിദ്ധീകരിച്ച ഔദ്യോഗികമായി ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ കൊണ്ടുവന്നാൽ അത് പാർലമെന്റിന്റെ രേഖയിലുണ്ടാകും. അങ്ങനെയുള്ളത് മാത്രമേ നമുക്കിവിടെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏതോ ഒരു മാഗസീൻ പ്രസിദ്ധീകരിച്ചു എന്ന് പറയുന്ന നരവനയുടെ ഒരു ബുക്കാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഓം ബിർളയും പറഞ്ഞത്.